ഡിയർ ഫ്രണ്ട്സ്, ഡെയിലി വേജസിൻ്റെ സാലറി പ്രോസസ്സ് ചെയ്യുന്ന രീതിയാണ് ഇവിടെ വിവരിക്കാൻ പോകുന്നത്. അതിനായി സ്പാർക്ക് ലോഗിൻ ചെയ്യുക. അക്കൗണ്ട്സിൽ ക്ലെയിം എൻട്രി എംപ്ലോയി വിത്ത് സ്പാർക്ക് ID ഓപ്പൺ ചെയ്യുക. ഇവിടെ ക്ലെയിം എൻട്രിയിൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, DDO കോഡ്, പീരീഡ് ഓഫ് ബിൽ ഇവ കൊടുക്കുക. പീരീഡ് ഓഫ് ബിൽ കൊടുക്കുന്നത് ലാസ്റ്റ് മന്ത് വേണം കൊടുക്കാൻ. അതായത് ഈ മാസത്തെ ബില്ലിന് ലാസ്റ്റ് മന്തിൻ്റെ ഡേറ്റ് കൊടുക്കുക. എന്നിട്ട് ഗെറ്റ് പ്രീവിയസ് മന്ത് ഡേറ്റ കൊടുക്കുമ്പോൾ എൻഡിങ് ഡേറ്റ് കിട്ടും. എക്സ്പെൻഡിച്ചർ ഹെഡ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഡെയിലി വേജസ് ആണ്. സാലറി ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ സാലറി ഹെഡ് തന്നെയാണ്. തുടർന്ന് താഴോട്ട് വരുമ്പോൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എംപ്ലോയിയെ കാണാൻ പറ്റും. അതിലെ എംപ്ലോയിയെ സെലക്ട് ചെയ്യുക. തുടർന്ന് മന്ത്, ഇയർ, സാങ്ഷൻ ഓർഡർ നമ്പർ, സാങ്ഷൻ ഓർഡർ ഡേറ്റ് ഇവ കൊടുക്കുക. സാങ്ഷൻ ഓർഡർ നമ്പരും ഡേറ്റും ഓഫീസിൽ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊസീഡിങ്സിൻ്റെ ഓർഡർ നമ്പരും ഡേറ്റുമാണ്. ഓരോ മാസവും ഡെയിലി വേജസിന് വേണ്ടി പ്രൊസീഡിങ്സ് തയ്യാറാക്കേണ്ടതുണ്ട്. ഈ മാസം ഇത്ര ദിവസം വർക്ക് ചെയ്തു എന്നുള്ള ഒരു പ്രൊസീഡിങ്സാണ് തയ്യാറാക്കേണ്ടത്. അതിൻ്റെ ഓർഡർ നമ്പരും ഡേറ്റുമാണ് ഇവിടെ കൊടുക്കേണ്ടത്. തുടർന്ന് എത്ര ദിവസത്തേക്കാണ് സാലറി കണക്കാക്കുന്നത് ആ ദിവസം പ്രൊസീഡിങ്സിൽ തയ്യാറാക്കി വച്ചിരിക്കുന്ന ആ എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഇൻസേർട്ട് കൊടുക്കുക. അങ്ങനെ എത്ര ഡെയിലി വേജസ് ഉണ്ടോ അത്രയും ഡെയിലി വേജസിനെ ഇവിടെ ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഒരു പ്രൊസീഡിങ്സിൽ തന്നെ ഒന്നിലധികം ഡെയിലി വേജസിനെ ഒരു മാസത്തേക്ക് കൊടുക്കാവുന്നതാണ്. അതായത് ഒരു ഓർഡർ നമ്പരും ഡേറ്റും തന്നെ ആ മന്തിൽ വരുന്ന ഡെയിലി വേജസിനെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ആകെ ഡെയിലി വേജസിനെ ഇൻസേർട്ട് ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇൻഡിവിജ്വലായിട്ട് ഓരോ ഡെയിലി വേജസിനും ഓരോ ബില്ല് എടുക്കണമെങ്കിൽ ഇൻസേർട്ട് ചെയ്ത് സബ്മിറ്റ് കൊടുത്ത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് അപ്രൂവലാണ്. അതിനായി സബ്മിറ്റ് കൊടുത്ത് കഴിഞ്ഞ് ഇനി അക്കൗണ്ടിൽ ക്ലെയിം അപ്രൂവൽ കൊടുക്കുക. ഇവിടെ നേരത്തെ സബ്മിറ്റ് ചെയ്ത ബില്ല് ഓൾറെഡി വന്നിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ അപ്രൂവ് കൊടുക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മേക്ക് ബിൽ ഫ്രം അപ്രൂവ്ഡ് ക്ലെയിമാണ് കൊടുക്കേണ്ടത്. അപ്രൂവ് ചെയ്ത ബില്ല് മേക്ക് ബില്ല് ചെയ്യുകയാണ്. ഇവിടെ പേ ആൻഡ് അലവൻസ് ഫോർ എംപ്ലോയീസ് വിത്ത് സ്പാർക്ക് ID ആണ് സെലക്ട് ചെയ്യേണ്ടത്. സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മേക്ക് ബില്ലായി കഴിഞ്ഞു. ഇനി താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊണ്ടുവന്ന് മേക്ക് ബില്ല് കൊടുക്കുക. ഇവിടെ നിന്നും ഡ്രാഫ്റ്റ് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഇനി ഈ സബ്മിറ്റ് ചെയ്യാം. ഇവിടെ അക്കൗണ്ടിൽ ബില്ലിൽ ഈ സബ്മിറ്റ് ബിൽ എടുക്കുക. ഡിപ്പാർട്ട്മെൻറ്റ്, DDO കോഡ്, നേച്ചർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതർ ക്ലെയിം സെലക്ട് ചെയ്യുക. ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത ബില്ല് ഇവിടെ കാണാം. സെലക്ട് ചെയ്യുക. തുടർന്ന് താഴോട്ട് അപ്രൂവ് ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. അതിന് മുന്നേ പ്രോക്സി കീ കൊടുത്തിരിക്കണം. പ്രോക്സി കീയിലെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 2 പ്രാവശ്യം പാസ്വേഡ് ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വെയിറ്റ് ചെയ്യുക. വീണ്ടും കുറച്ച് ടൈം കഴിയുമ്പോൾ ഒരു കൺഫേം പേജ് വരും. ഓക്കെ സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. കൺഫേം ചെയ്യുക. ഇനി പ്രിപ്പയർഡ് കണ്ടിജൻറ്റ് ബില്ലെടുത്ത് നോക്കുക. അപ്പോൾ നോട്ട് സബ്മിറ്റഡ് എന്നുള്ളത് മാറിയിട്ട് ഈ സബ്മിറ്റ് ബില്ലായിട്ട് വന്നിട്ടുണ്ടാവും.
ഓക്കെ, ഇപ്പോൾ ഇവിടെ സബ്മിറ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി പ്രിൻ്റ് ബില്ലെടുക്കാം. സബ്മിറ്റ് ചെയ്ത് ബില്ലെടുത്ത് ഈ ബില്ലും തയ്യാറാക്കി വെച്ച പ്രൊസീഡിങ്സുമായിട്ട് ട്രഷറിയിൽ കൊടുത്ത് ബില്ല് പാസ്സാക്കാവുന്നതാണ്. താങ്ക് യു.